പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനം 138:3. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ കർത്താവ് എനിക്ക് ഉത്തരമരുളി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സെഗൺ മിനിസ്ട്രീസ് ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സേവർക്കാൻ വട്ടാലച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 138 സങ്കീർത്തനത്തിൽ 3 തിരുലിഖിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുകയാണ്. വിളിച്ചപേക്ഷിച്ച അതേ സെക്കൻഡിൽ കർത്താവ് ഉത്തരമരുളി. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പരിശ്രമിക്കുന്ന വിഷയം ഐശ്വര്യം പ്രാപിക്കാൻ എന്ത് ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും പല ആൾക്കാരെ കാണുമ്പോൾ പറയാറുള്ളൊരു സെൻറ്റൻസ് ഉണ്ട്. നല്ല ഐശ്വര്യമുള്ള ചെറുക്കൻ, അല്ലെങ്കിൽ നല്ല ഐശ്വര്യമുള്ള പെണ്ണ്, ഐശ്വര്യമുള്ള തറവാട്, ഐശ്വര്യമുള്ള കുടുംബം എന്ന് പറഞ്ഞാൽ അവൻ്റെ ബിസിനസ്, അവൻ്റെ ജോലി, അവൻ്റെ കൃഷി, അവൻ്റെ വരുമാനം, അവൻ്റെ കുടുംബം, അവൻ്റെ ദേശം, ഇതെല്ലാം നല്ല ഒരു കൃപയിലാണ്, അഭിവൃദ്ധിയിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മൾ ഐശ്വര്യം പ്രാപിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ഐശ്വര്യം നൽകും, നിങ്ങൾ വീണ്ടും ഐശ്വര്യം പ്രാപിക്കും. അപ്പോൾ നമ്മൾ ഐശ്വര്യം പ്രാപിക്കുന്നവരായി കാണാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. 2 തരത്തിലുമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഐശ്വര്യം എന്ന് പറയാം, പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഐശ്വര്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ചില ഭൗതികമായ ചില ഉയർച്ച. പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഐശ്വര്യം എന്ന് പറയുന്നത് അഭിഷേകവും കൂടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ നമ്മൾ ഐശ്വര്യം പ്രാപിക്കാൻ, അഭിഷേകം പ്രാപിക്കാൻ നമ്മൾ എന്തു ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു വചനഭാഗം എടുക്കാം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 31 അധ്യായത്തിൻ്റെ 10, 11 തിരുലിഖിതങ്ങൾ. ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 31 verse 10 and 11. ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട്? അവന് അഭിമാനിക്കാൻ അവകാശമുണ്ട്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. അതിനെ വെളിപ്പെടുത്തുകയാണ്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും നിങ്ങളിൽ ആരുണ്ട്? കർത്താവ് ചോദിക്കാം, അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാതിരുന്നാൽ അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും എന്ന് കർത്താവ് വചനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഞാൻ ഓർക്കാണ് സഹോദരങ്ങളെ, ഇവിടെ ധ്യാനം കൂടാൻ വേണ്ടി വന്ന മാർട്ടിൻ എന്ന് പറഞ്ഞൊരു സഹോദരൻ. ആ മാർട്ടിൻ എന്ന് പറഞ്ഞ സഹോദരൻ ഇവിടെ സഹോദരൻ ധ്യാനം കൂടി. അങ്ങനെ ധ്യാനം കൂടി ശരിക്കും അഭിഷേകം പ്രാപിച്ച് അദ്ദേഹം ആ ധ്യാനത്തോടു കൂടി അദ്ദേഹം ചില പാപത്തിൻ്റെ പ്രവണതകൾ ഉപേക്ഷിച്ച്, പാപം ഞാൻ ഒരുപാട് അവസരങ്ങളുടെ സാധ്യത ഉണ്ടായിട്ട് അത് ചെയ്തില്ല എന്നെ സംബന്ധിച്ചറിയോ, പടിപടിയായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി കർത്താവ് അനുഗ്രഹിച്ച്. ആ സാക്ഷി ഇവിടെ നേരത്തെ അദ്ദേഹം താമസിച്ചുള്ള ധ്യാനത്തിന് വന്നപ്പോൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയ സാക്ഷിയാണ്. ആ സാക്ഷി ഒന്ന് ശ്രദ്ധിക്കാം. എൻ്റെ വീട് കുമ്പളങ്ങിയിലാണ്, പക്ഷേ ഞാനിപ്പോൾ താമസിക്കുന്ന അരൂര്. അപ്പോൾ ഞാൻ 2011 മാർച്ച് മാസമാണ് ഇവിടെ ധ്യാനം കൂടാനായിട്ട് വന്നത്. അപ്പോൾ എൻ്റെ തോളൽ ഒരു ആക്സിഡൻറ്റ് പറ്റി തോളല് പൊട്ടിയിരിക്കുകയായിരുന്നു. 6 മാസത്തെ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് റെസ്റ്റിലിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ ധ്യാനം കൂടാൻ വന്നത്. ഇവിടെ ധ്യാനം കൂടി 3-ാം ദിവസം ആയപ്പോൾ തന്നെ എൻ്റെ കൈയൊക്കെ പൊക്കി, എനിക്ക് കൈയൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി, വെയിറ്റൊക്കെ പൊക്കാൻ പറ്റി. ഞാൻ വീട്ടിൽ പോയിട്ട് വെയിറ്റൊക്കെ എടുക്കാൻ പറ്റും. ഇവിടെ വരുമ്പോൾ കൈ ശരിക്കും ഉയർത്താൻ പറ്റില്ലായിരുന്നു. എത്ര കൈ ഉയർത്താൻ പറ്റില്ലായിരുന്നു? ഒരു 6 മാസം വേണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ ധ്യാനത്തിന് 2 മാസമായപ്പോൾ തന്നെ ഇവിടെ വന്ന് ധ്യാനം കൂടിയപ്പോൾ തന്നെ എൻ്റെ കൈയുടെ രോഗങ്ങൾ പൂർണ്ണമായി മാറി. അതുകൂടെ നന്നായി ഉയർത്താൻ പറ്റി. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ സ്റ്റേജിൽ കയറി കൈയൊക്കെ പൊക്കി കൈയൊക്കെ കറക്കി കാണിച്ചാണ് പോയത്. അതുകൂടാതെ തന്നെ ഞാൻ 13-ാം വയസ്സിൽ വെള്ളമടിയും സിഗരറ്റ് വലിയും പിന്നെ ഇടക്ക് കഞ്ചാവ് കൂട്ടുകാരായിട്ട് കൂടി കഞ്ചാവൊക്കെ വലിക്കുമായിരുന്നു. ഇവിടെ നിന്ന് ആ ധ്യാനം കൂടി പോയ പിന്നെ അത് തൊട്ടിട്ടില്ല ഇതുവരെ. ഒരു വൈൻ പോലും ഞാൻ മാനസാന്തരത്തിന്റെ സാക്ഷിയാണ് സഹോദരങ്ങളെ. അതുകൂടാതെ തന്നെ ഞാൻ എല്ലാ മാസവും ആദ്യ വെള്ളി കൺവെൻഷൻ ഇവിടെ വരുമായിരുന്നു. അപ്പോൾ എനിക്കൊരു സൈക്കിൾ പോലും ഇല്ലായിരുന്നു. ഞാൻ വെള്ളം കുടിച്ച് കിടന്നുവെച്ചുകൊണ്ട് ഒരു സൈക്കിൾ പോലും ഇല്ലായിരുന്നൊരു സമയത്താണ് ഞാൻ പിറ്റേ മാസം തന്നെ ഒരു കൂട്ടാരൻ സൈക്കിൾ ഫ്രീ ആയിട്ട് വന്ന്. അതുകൂടാതെ തന്നെ ഞാൻ ഓരോ മാസം വരുമ്പോൾ ഞാൻ ഇവിടെ വാളണ്ടിയേഴ്സായിട്ട് വേല ചെയ്യുമായിരുന്നു. അപ്പോൾ ഓരോരുത്തരും മധ്യസ്ഥ പ്രാർത്ഥന തന്നെ കൊണ്ടുവന്ന് ഇടുമായിരുന്നു.
ഇടുമായിരുന്നത് കണ്ടിട്ട് എനിക്ക് അപ്പോൾ ഒരു വിശ്വാസം വന്നില്ല. അപ്പം ഞാൻ ഒരു ദിവസം വെറുതെ ഒന്ന് എഴുതിയിട്ട് എനിക്കൊരു ബൈക്ക് വേണമെന്ന് പറഞ്ഞ് ഞാനൊന്ന് എഴുതിയിട്ട് ദൈവം അത് ആ ധ്യാനത്തിന് സൈക്കിൾ വേണമെന്ന് ചോദിച്ചോ, ദൈവം വേഗം സൈക്കിൾ കൊടുത്ത്. അപ്പോ എന്നാ പിന്നെ ബൈക്ക് അയക്കട്ടെ. ബൈക്ക് പിറ്റേ മാസം തന്നെ എനിക്ക് ബൈക്ക് കിട്ടി. യേശുവേ. അതുകൂടാതെ തന്നെ എൻ്റെ അനിയനൊരു ഭയങ്കര ഒരു കേസിൽ പെട്ടു. ഒരു ഭയങ്കര കടത്തിൽ, ഒരു 3 ലക്ഷം രൂപ കടത്തിൽ ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നൊരു സംഭവം വന്നപ്പോഴും ഞാനിവിടെ എഴുതിയിട്ട് പിറ്റേ മാസം ആദ്യവള്ളി കൺവെൻഷൻ വരുമ്പോ തന്നെ ആ കേസുകളൊക്കെ നോക്ക സഹോദരങ്ങളെ, ആ ധ്യാനത്തിൽ കൂടി ഉയർത്താൻ പറ്റാത്ത കൈ ഉയർത്താൻ കറുത്ത കൃപ കൊടുത്ത് അന്ന് മുതൽ എത്ര വർഷമാണ് മദ്യം? എത്ര? 5 വർഷം. ഞാൻ 13 20 വർഷത്തോളം 20 വർഷത്തോളം മദ്യപാനം, പുകവലി, പിന്നെ ഇടയ്ക്ക് കഞ്ചാവ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള അടിമത്തം ഉണ്ടായി. എന്നാൽ ആ ധ്യാനം കഴിഞ്ഞ ശേഷം എന്നേക്കുമായി ആ ശീലം കർത്താവ് ഇട്ടത് മാറ്റി. 5 വർഷമായി പിന്നെ ബുദ്ധിമുട്ടില്ല. അതിനുശേഷം പിന്നെ സുവിശേഷ വേല ചെയ്യാൻ തുടങ്ങി. ആൾക്കാരെ ധ്യാനത്തിന് കൊണ്ടുവരിക, അപ്പൊ ആൾക്കാർ മധ്യസ്ഥപ്രാർത്ഥന കൊണ്ടുവരിക, അപ്പൊ അതിൽ വിശ്വാസമായി. അപ്പൊ ഈ ചേട്ടൻ മധ്യസ്ഥപ്രാർത്ഥന എഴുതിയിടുക, ദൈവം ബ്ലെസ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. കൈ ഉയർത്തി കൈയടിച്ച് നോക്ക സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരന്റെ സാക്ഷി എന്നെ കെട്ടിലും കൊള്ളിച്ചു. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ട് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യത ഉണ്ടായിട്ട് ചെയ്യാത്തവനും നിങ്ങൾ ആരുണ്ട്? അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നേക്കും ഐശ്വര്യത്തെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തിൻ്റെ വഴികളും പാപത്തിൻ്റെ മാർഗങ്ങളും ഉപേക്ഷിക്കാതെ നീ ഐശ്വര്യം പ്രാപിക്കില്ല. നമ്മൾ വചനം കേൾക്കുന്നുണ്ട്, എല്ലാ ശുശ്രൂഷയും നമ്മൾ സംബന്ധിക്കുന്നുണ്ട്, നമ്മൾ ശാലോ കാണുന്നുണ്ട്, ഡിവൈൻ മിഷൻ്റെ ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ട്, അഭിഷേകത്തിന് കാണുന്നുണ്ട്, എല്ലാ ആനിവേഴ്സറികളും വ്യാരിക്കുന്നുണ്ട്, നമ്മൾ ഞായറാഴ്ചകൾ വിശ്രമാനിക്ക് പോകുന്നുണ്ട്, പ്രസംഗം കേൾക്കുന്നുണ്ട്, കൺവെൻഷൻ കൂടുന്നുണ്ട്. എന്നാൽ നീ നിന്റെ പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുറ്റം പറയലായിരിക്കാം, നമ്മുടെ വെറുപ്പായിരിക്കാം, നമ്മുടെ ഭിന്നതയായിരിക്കാം, നമ്മുടെ ഇറിറ്റേഷൻ ആയിരിക്കാം, നമ്മുടെ തരത്തിലുള്ള ജഡത്തിൻ്റെ തലക്കദോഷങ്ങളായിരിക്കാം, ഫോണോപിറകി വായിക്കുന്ന സ്വഭാവമായിരിക്കാം, മദ്യപാനായിരിക്കാം, മയക്കുമരുന്ന് സ്വഭാവം എന്ത് തന്നെ ആയിക്കോട്ടെ, പാപത്തെ തുടർന്നിടത്തോളം കാലം എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ, നീയും നിന്റെ കുടുംബ ഐശ്വര്യ അനുഗ്രഹം അറിയാൻ എത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലാകുന്നതിനനുസരിച്ചാണ് നിന്റെ ഭൗതിക മണ്ഡലം അനുഗ്രഹം പ്രാപിക്കുന്നത്. നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലാകുന്നതിനനുസരിച്ച് മാത്രമേ നിന്റെ ഭൗതിക മണ്ഡലം അനുഗ്രഹം പ്രാപിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് പുതിയ നിയമത്തിൽ യോഹന്നാൻ ശ്ലീഹ കർത്താവ് പറഞ്ഞനുസരിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതെവിടെ വായിക്കുന്നത്? യോഹന്നാന്റെ 3-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ വാക്യത്തിലാണ്. യോഹന്നാന്റെ 3-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ വാക്യം, 3 John verse 2. വാത്സല്യ ഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ട സഹോദരങ്ങളെ, ഈ ഐശ്വര്യം എന്നുള്ള വാക്ക് നീ അഭിഷേകമുള്ളവനായിരിക്കട്ടെ, നീ ഐശ്വര്യമുള്ളവനായിരിക്കട്ടെ അനുഗ്രഹിക്കുകയാണ്. പക്ഷെ അതിനൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലാകുന്നതിനനുസരിച്ച് നീ ആരോഗ്യവനായിരിക്കട്ടെ, നീ ഐശ്വര്യവനായിരിക്കട്ടെ എന്ന് കർത്താവ് വെളിപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ ആത്മാവിന് എങ്ങനെ ക്ഷേമം കിട്ടുന്നത്? പാപത്തിന്റെ മാർഗങ്ങളും പാപത്തിന്റെ വഴികളും പാപത്തിന്റെ സ്വഭാവങ്ങളും പാപത്തിന്റെ കൂട്ടുകെട്ടുകളും ജീവിതത്തിന് വേണ്ടാന്ന് വെക്കുമ്പോൾ നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലാവും. മറിച്ച് നീ അതിൽ തുടരുമ്പോൾ നിന്റെ ആത്മാവ് അപകടസ്ഥിതിയിലാവും. ആത്മാവ് ക്ഷേമസ്ഥിതിയിലാകുന്നതിനനുസരിച്ച് അവന്റെ ഭൗതിക മണ്ഡലം അനുഗ്രഹം പ്രാപിക്കുന്ന കർത്താവ് വെളിപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ, ധ്യാനം കൂടുമ്പോൾ, ലൈവ് സംബന്ധിക്കുന്നത് എന്തുകൊണ്ടാണ് കടബാധ്യത മാറുന്നത്? എന്തുകൊണ്ടാണ് ധ്യാനം കൊണ്ട് വിവാഹ തടസ്സം മാറുന്നത്? എന്തുകൊണ്ടാണ് ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ മക്കൾ കുടുംബത്തിൽ നന്നാവണത്? എന്തുകൊണ്ടാണ് ധ്യാനം കൂടുമ്പോൾ കൂടുതൽ പരിശുദ്ധാത്മാക്ഷം വ്യാപരിക്കുന്നത്? എന്തുകൊണ്ടാണ് ധ്യാനം കൂടുമ്പോൾ സ്ഥലത്തിന്റെ കച്ചവടം നടക്കുന്നത്? എന്തുകൊണ്ടാണ് ധ്യാനം കൊണ്ട് PR ലഭിക്കുന്നത്? എന്തുകൊണ്ടാണ് അഭിഷേകത്തിന് കാണുമ്പോൾ അഭിഷേകം പ്രാപിക്കുന്നത്? നമ്മുടെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലാകുന്നതിനനുസരിച്ച് നമ്മുടെ ഭൗതിക മണ്ഡലം അനുഗ്രഹം പ്രാപിക്കും. ഇത് വളരെ കറക്റ്റ് 100 കണക്കിന് സാക്ഷ്യങ്ങളുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഞാൻ ഓർക്കാം, ഡിഷി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇവിടെ ധ്യാനം കൂടാൻ വേണ്ടി വന്നപ്പോൾ ആ പറഞ്ഞ സാക്ഷി ഞാൻ ഓർക്കാൻ. അദ്ദേഹം വചനം കേട്ടു, ധ്യാനം കൂടി. അങ്ങനെ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ചില പ്രവണതകൾ ജീവിതം വേണ്ടാതെ വെച്ച് അധികം താമസിയാതെ തന്നെ കർത്താവ് കുടുംബത്തിൽ ഐശ്വര്യം നൽകി അനുഗ്രഹിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
നമുക്ക് ആ സാക്ഷി ഒന്ന് കാണുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ഓരോ സാക്ഷ്യങ്ങൾ കാണുമ്പോഴും വാസ്തവം സംഭവിക്കുന്നതെന്നറിയാം. നമ്മുടെ അത് ഓരോ വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം മാംസം ധരിക്കുന്നതാണ് സാക്ഷ്യം. എൻ്റെ പേര് ഡെഷി ചാഴൂർ അന്തപ്പൻ. ഞാൻ തച്ചനടി ഇടവക, പാലക്കാട് രൂപത. ഞാൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യണത്. എൻ്റെ ഭാര്യ നേഴ്സാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ധ്യാനം അറ്റൻഡ് ചെയ്തത് യുവാക്കന്മാരുടെ ധ്യാനമായിരുന്നു 2010. യുവജനങ്ങൾ ഡിസംബർ മാസത്തിലല്ലേ? ഡിസംബർ മാസത്തിൽ. ഓക്കെ. ഒരുപാട് ദൈവത്തിൻ്റെ കൃപ ആ ദിവസങ്ങളിൽ എനിക്ക് ലഭിച്ചിരുന്നു. ദൈവം നമ്മുടെ അപ്പച്ചനാണെന്നും ചോദിച്ചത് എന്തും തരും എന്നുള്ളൊരു ഉറപ്പ് ദൈവം അന്ന് എനിക്ക് തന്നിരുന്നു. വീട്ടിൽ അച്ഛനമ്മയും പ്രായമായവരായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ 2010 അന്ന് ധ്യാനം കൂടിയത്. അപ്പോൾ 2010 തന്നെ എൻ്റെ കല്യാണം നടന്നു. അതിന് ശേഷം ഞങ്ങൾ 2012 ആയപ്പോൾ ഞാനും ഭാര്യയും കൂടി ഇവിടെ വന്നിരുന്നു. കാരണം 2013 2 വർഷമായിട്ട് ഞങ്ങൾക്ക് മക്കളായിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ധ്യാനം കൂടി പെട്ടെന്ന് തന്നെ കല്യാണം നടന്നു. പക്ഷേ 2 വർഷമായിട്ട് കുട്ടികൾക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് കുട്ടികൾ ജനിക്കുന്നില്ല. അങ്ങനെ അവർ വീണ്ടും 2013 വീണ്ടും 2 വർഷത്തിന് ശേഷം ഒരു ധ്യാനം കൂടി വരാൻ ഇവിടെ എത്തിച്ചേർന്നു. 2010 ഞാൻ ധ്യാനം കൂടുമ്പോൾ അതിന് മുമ്പ് ഞാൻ മദ്യപിക്കുകയും സിഗരറ്റ് വലിക്കുകയൊക്കെ ചെയ്യായിരുന്നു. എനിക്ക് ഒരുപാട് കമ്പനികളുണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം വീട്ടിലായാലും അതെ, പുറത്തായാലും അതെ, എല്ലാവിടെയായാലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും മദ്യപിക്കാനും സിഗരറ്റ് വലിക്കാനൊക്കെ മുമ്പിൽ നിൽക്കുമായിരുന്നു. അങ്ങനെയുള്ള പാർട്ടികളിലെ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിന്നുണ്ടായിരുന്ന ആളായിരുന്നു. 2012 ഇവിടെ ധ്യാനം, 2013 ഇവിടെ ധ്യാനം കൂടി എനിക്ക് കുട്ടിയുണ്ടാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഒരുപാട് വരങ്ങളും ഞാൻ ചോദിച്ചിരുന്നു ദൈവത്തിനോട്. എന്നും ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, കള്ളുകൂടിയും സിഗരറ്റിലേക്ക് നിർത്തണം, പിന്നെ ഞങ്ങൾക്ക് നല്ല മക്കളെയും വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രാൻസിസ് ബ്രദറാണ് കൗൺസിൽ ചെയ്തത്. ആ സമയത്ത് പറഞ്ഞു, ദുസ്വഭാവങ്ങളൊക്കെ നിർത്തി കഴിഞ്ഞാൽ തന്നെ ദൈവം ആ ദൈവത്തിൻ്റെ വരദാനമാണ് മക്കൾ, അത് ദൈവം തരുക തന്നെ ചെയ്യുന്നത് ഉറപ്പായിട്ടും പറഞ്ഞിരുന്നു. പാപത്തിൻ്റെ വഴി ഉപേക്ഷിക്കുമ്പോൾ തുടങ്ങുമ്പോൾ മുതൽ ദൈവാനുഗ്രഹം വന്നു തുടങ്ങും എന്ന് പറഞ്ഞവരുടെ കൗൺസിലിംഗ് ഞങ്ങളുടെ സന്ദേശം കിട്ടി. 2010 ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചിരുന്നു, പക്ഷേ മുഴുവനായിട്ട് നിർത്തിയിരുന്നില്ല. 2013 ശേഷം ഞാൻ ഇതുവരെയായിട്ടും മദ്യപിക്കുകയോ സിഗരറ്റ് വലിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. 2013 ശേഷം പിന്നെ ഇന്നേ വരെ മദ്യം വെച്ചാലും പുകവലി വെച്ചാലും യാതൊരെങ്കില്ല, പാർട്ടിയില്ല, ഒരു പരിപാടിയില്ല. ഒരിക്കലും അതെൻ്റെ കഴിവുകൊണ്ടാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. ഒരിക്കലും എനിക്ക് കള്ളുപിടിക്കാൻ പോകാൻ തോന്നുക അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുമ്പോൾ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും ദൈവം പിടിച്ചു നിർത്താനുള്ള ആഗ്രഹം, കള്ളുപിടിക്കാനുള്ള ആഗ്രഹം തോന്നിയിട്ടില്ല. പിന്നെ ഇന്നേ വരെ മദ്യപിക്കണം ഒരു ആഗ്രഹം പോലെ തോന്നണം. ഞാൻ കൃപ എന്ന് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞു പറയുന്നുണ്ടാവും. പിന്നെ പഴയ കാര്യങ്ങൾ ഒരു ആഗ്രഹമില്ലാത്ത അവസ്ഥയിലായി. എന്നിട്ട് കുടുംബത്തിലെ ബന്ധുക്കാരും എല്ലാവരും എന്ത് പരിപാടി ഉണ്ടെങ്കിലും കുടിക്കാൻ വിളിക്കാറില്ല. പക്ഷേ ഒരു കാരണവശാലും ദൈവം എന്നെ കുടിക്കാനോ കുടിപ്പിക്കാനോ തോന്നിച്ചിട്ടുമില്ല, എനിക്ക് തോന്നിയിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. കുടുംബക്കാരും ബാക്കിയുള്ളവരൊക്കെ ഒരുപാട് നിർബന്ധിക്കും, പക്ഷെ പിടിച്ചു തന്നു, ദൈവ കൃപ കൊണ്ട് പിടിച്ചു തന്നു. ധ്യാനം കൂടുമ്പോഴൊക്കെ മനസ്സിലെപ്പോഴും ഒരു ഇതുണ്ട്, ദൈവം എന്നെ അനുഗ്രഹിക്കാത്ത, എനിക്കെന്തോ ഒരു വരം തരാത്ത, ഞാൻ ചോദിച്ചതൊന്നും തരാത്ത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നടക്കാറുണ്ട്. 2013 ധ്യാനം കൂടിയിട്ട് ഈ ജനുവരി മാസം വരെയും ഞാനും ഭാര്യയും ഒരുപാട് വിഷമിച്ചിരുന്നു. ഞങ്ങൾക്ക് മക്കളായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഗുളിക കഴിച്ചു. അവൾക്ക് സർജറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സിസ്റ്റ് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്നും മക്കളായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 2013 ഏപ്രിൽ ആകുമ്പോൾ 2013 ജനുവരിയിൽ ഭാര്യ പറഞ്ഞു, ഏപ്രിൽ ആകുമ്പോൾ മക്കളായില്ലെങ്കിൽ ഞാൻ എല്ലാം നിർത്തും, ചേട്ടനെ തന്നെ എനിക്ക് വേണ്ട, ചേട്ടൻ വേറെ കല്യാണം കഴിച്ച് നല്ല കുട്ടി ഉണ്ടാക്കിയോ എന്ന് പറഞ്ഞു. അത് നമ്മുടെ സാറാ പണ്ട് പറഞ്ഞ പോലെയാണ്. ഭാര്യയ്ക്ക് മനസ്സ് വെറുത്തുപോയി, അത്രയും ചെയ്തിട്ട് മനസ്സ് വെറുത്തുപോയി. അപ്പോൾ 2013 ഫെബ്രുവരി തന്നെ അവൾ ഗർഭിണിയായി. ഇപ്പോൾ അവൾ 6 മാസം ഗർഭിണിയാണ്. അവളിപ്പോൾ ബാംഗ്ലൂരുള്ള 2013 ജനുവരി ധ്യാനം കൂടി ജനുവരി തന്നെ പ്രഗ്നന്റ് ആയ സഹോദരങ്ങളെ, ഈ എന്ന പാപത്തിന്റെ വഴി ഉപേക്ഷിക്കുന്ന അന്ന് കർത്താവ് കൊണ്ട് അനുഗ്രഹം കൊടുക്കാൻ തുടങ്ങി. നോക്ക സഹോദരങ്ങളെ, അപ്പോൾ ആദ്യത്തെ വചനങ്ങൾ വന്നിട്ട് ശരിക്കും ആ തീരുമാനം എപ്പോൾ എടുത്തോ അപ്പം അനുഗ്രഹം കൊടുത്ത് നമ്മൾ ചങ്കുപെട്ട് ഒരുപാട് കാര്യങ്ങൾ കർത്താവിനെ പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വർഗം തുറന്ന് അനുഗ്രഹ വർഷങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ പാപത്തിൽ നിന്ന് ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് പോലും അനക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ അനുഗ്രഹം പ്രാപിക്കുന്നത്? എൻ്റെ സഹോദരൻ, നിങ്ങൾ മനസ്സിലാക്കണം, ബൈബിളിൽ ആരെങ്കിലുമൊക്കെ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ സംഗതികളുണ്ട് സഹോദരങ്ങളെ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായത്തിൽ ആ കാണുന്നൊരു സംഭവമുണ്ട്. പൊത്തിഫാർ തൻ്റെ ആ മേഖല തൻ്റെ കുടുംബത്തിന് മുഴുവൻ മേൽനോട്ടത്തിന് വേണ്ടിയിട്ട് അവിടെ പൂർവ്വ ജോസഫിനെ ഏൽപ്പിച്ചു. അങ്ങനെ പൂർവ്വ ജോസഫിനെ പാപം ജയിക്കാൻ വേണ്ടി പൊത്തിഫാറിന്റെ ഭാര്യ വന്ന കഠിനമായ പ്രലോഭനങ്ങൾ, അതുപോലെ പ്രലോഭനങ്ങൾ കൊടുത്തു. ആ പറഞ്ഞ്, ഞാൻ എൻ്റെ ദൈവത്തിനെതിരെ പാപം ചെയ്യുകയില്ല, ഞാൻ എങ്ങനെയാണ് പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നഖശിഖാന്ത പാപത്തെ എതിർത്ത് പാപത്തിന് സാഹചര്യത്തെ വിട്ടുമാറി പാപത്തിന് ഓടി രക്ഷപ്പെട്ട്. പാപം ചെയ്യാൻ കഴിവുണ്ട്, സാഹചര്യമുണ്ട്, സമയമുണ്ട്, എല്ലാം ഉണ്ട്, ആരും അറിയില്ല. എന്നാൽ പൂർവ്വജവസാനം കൂട്ടാക്കിയില്ല. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു?
എൻ്റെ സഹോദരങ്ങളെ, പൂർവ്വ ജോസഫിനെ കർത്താവ് ഐശ്വര്യത്തിൽ ഉയർത്തി. പട്ടിണിയുടെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ ജനതയെ താങ്ങി നിർത്താൻ തകം ഈ ജോസഫിനെ തന്നെ ഭരണാധികാരിയെ കർത്താവ് ഉയർത്തിയില്ല. ചിന്തിക്കുക സഹോദരങ്ങളെ, അവൻ ഐശ്വര്യം പ്രാപിച്ചു. പാപത്തിന്റെ മാർഗം ഉപേക്ഷിക്കുന്നവൻ ഐശ്വര്യം പ്രാപിക്കും. ദാനിയേൽ പ്രവചനം 1-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരു സംഭവമുണ്ട്. അതായത് ദാനിയേലിന്റെ മുമ്പിലേക്ക് നബൂഖദ്നേസർ രാജാവ് ഒരുപാട് വിഭവസമൃദ്ധമായ ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം കൊടുത്ത് മദ്യം എല്ലാം കൂടെ കൊടുത്തിട്ട് അങ്ങോട്ട് നന്നായിട്ട് അർമാദിച്ചെന്ന് പറയുമ്പോൾ ആ പറഞ്ഞൊരു സംഗതിയുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിനെതിരെ പാപം ചെയ്യുന്ന പ്രശ്നമില്ല. അവന് തീരുമാനമെടുത്ത്, ഹി ഹാസ് ടേക്കൺ ദ ഡിസിഷൻ. രാജാവിന് വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ട് മദ്യം കുടിച്ച ഞാൻ എന്നെ തന്നെ മല്ലൊക്കെ തീരുമാനമെടുത്ത് എന്തായി, ദാനിയേലിനെ കർത്താവ് അഭിഷേകത്തിലേക്ക് ഉയർത്തി, ഐശ്വര്യത്തിലേക്ക് ഉയർത്തി, ഭരണാധികാരിയാകാൻ തക്കവൻ ദൈവം ഉയർത്തി. അതുകൊണ്ട് ഹെബ്രായ ലേഖനത്തിലെ 11-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിൽ അവിടെ വചനം പഠിപ്പിക്കുകയാണ്, പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന് കഷ്ടപ്പാട് പങ്കുചേരാനാണ് മോശ, അവൻ എന്ന് പറഞ്ഞാൽ മോശ, കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഒരുപാട് തരത്തിലുള്ള പാപത്തിന് സുഖങ്ങൾ ലഭിക്കുമായിരുന്നിട്ടും ഫറവോയുടെ കൊട്ടാരത്തിൽ ഈ പാപത്തെ മുഴുകി ജീവിക്കാൻ അവസരം ഉണ്ടായിട്ടും മോശ വേണ്ടാന്ന് വെച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവജനത കഷ്ടപ്പാട് പങ്കുചേർ ദൈവം നേർന്നു കഴിഞ്ഞപ്പോൾ മോശയെ കർത്താവ് ഒരു ജനതയുടെ തലവനാക്കി ഉയർത്തിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകം പ്രാപിക്കാൻ, ഐശ്വര്യം പ്രാപിക്കാൻ ബൈബിൾ നൽകുന്ന മാർഗം നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലാകണം. നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലാകണമെങ്കിൽ നീ പാപം ഉപേക്ഷിക്കാതെ നടക്കില്ല. പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എൻ്റെ പ്രിയപ്പെട്ട, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൂതാണ്. ചങ്കിൻ്റെ ഉള്ളിൽ കുറിച്ചെണ്ണ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ഈ 15 സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങളായിട്ട് കാണുന്നത് ഒരു ക്യാൻസർ രോഗമാണെങ്കിൽ അത് സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നമ്മൾ എത്ര ട്രീറ്റ്മെന്റ് പോകുന്നുണ്ട്. വർഷങ്ങളായിട്ട് നമ്മളെ കാർന്നു നിൽക്കുന്ന ചില പാപത്തിന്റെ പ്രവർത്തനം, പ്രിയപ്പെട്ട മകളെ ഇന്ന് ഈ ശുശ്രൂഷയിൽ യേശു നാമത്തിൽ നീ വെറുത്തുപേക്ഷിക്കുക. കർത്താവ് നാളെ നിനക്കൊണ്ടൊരു അത്ഭുതം ചെയ്തിരിക്കും. കാരണം നീ അനുഗ്രഹം പ്രാപിക്കണമെന്നും ഐശ്വര്യം പ്രാപിക്കണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ. 2 കരങ്ങൾ കർത്താവിന്റെ പക്കൽ ഉയർത്തിപ്പിടിക്കുക. 2 കരങ്ങൾ കർത്താവിന്റെ പക്കൽ ഉയർത്തിപ്പിടിച്ച് പ്രിയപ്പെട്ട മകനെ മകളെ ഈ സമയത്ത് ചങ്കൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുന്നുണ്ട്. ചില കാര്യങ്ങൾ വേരോടെ പിഴുതുമാറ്റം കർത്താവ് തോന്നിപ്പിക്കുന്നുണ്ട്. ആ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം മുഴുവൻ പാപത്തിലേക്ക് പോയപ്പോഴും അവൻ ഉറച്ചു നിന്നെന്ന് പറയുന്ന പുറപ്പാടിന്റെ പുസ്തകം 23:2 ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യാതെ ഉറച്ചു നിന്നവരുണ്ട് കർത്താവ്. ലോക ജനത മുഴുവൻ പാപത്തിൽ പെരുകിയപ്പോൾ ഹെനോക്കിനെ പോലെയുള്ള ഫിനെഹാസിനെ പോലെയുള്ള വ്യക്തികൾ പാപത്തിൽ പിടിച്ചു നിന്ന് പാപത്തോട് പൊരുതി ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുക. എല്ലാവരും ചേർന്ന് ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവ് ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദാസന്മാരുടെ മേലും പാപത്തോ അറപ്പോട് വെറുപ്പോട് ഉപേക്ഷിക്കാൻ തക്കവിധമുള്ള ഒരു പരിശുദ്ധാത്മാ ശക്തി, ഒരു ബലം, ഒരു കൃപ, ഒരു ധൈര്യം ഇപ്പോൾ പകരണമെന്ന് പ്രാർത്ഥിക്കുക. ആത്മാവിൽ ധൈര്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. ആത്മാവിൽ ധൈര്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. തീരുമാനങ്ങൾ എടുക്കാൻ കൃപ ലഭിക്കാൻ കർത്താവ്, പാപത്തെ ഉപേക്ഷിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ തീരുമാനം എടുക്കാൻ തക്കവിധം കർത്താവ് ഇപ്പോൾ കൃപ ഹൃദയത്തിൽ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. യേശുവേ ആരാധന, 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 യേശുവേ കർത്താവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, യേശുവേ ആരാധന, കർത്താവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, യേശുവേ ആരാധന. സംഭവിക്കട്ടെ കർത്താവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓരോരുത്തരും ചൈതന്യം പകരണമേ പരിശുദ്ധാത്മാവേ. യേശുവേ, ഈ ശുശ്രൂഷയുടെ സമാപനത്തിൽ എത്തി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവേ ഈ ഒരു തീരുമാനത്തെ ഉറപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, 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 ഓരോ ദാസ്യദാസന്മാരിലും നിറയണം. ഓരോ ദാസ്യദാസന്മാരും, ഓരോ ദാസ്യദാസന്മാരും, ഓരോ ദാസ്യദാസന്മാരും, ഓരോ ദാസ്യദാസന്മാരും, ഓരോ ദാസ്യദാസന്മാരും, ഓരോ ദാസ്യദാസന്മാരും, ഓരോ ദാസ്യദാസന്മാരും. പ്രൈസ് ദി ലോർഡ്. പാപം ഉപേക്ഷിക്കുക, ഐശ്വര്യം പ്രാപിക്കുക. Come, Lord Jesus. കർത്താവിൻ്റെ സന്നിധിയിൽ
എളിമയോടെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ തരുന്ന ദിവസങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണ്ണമാക്കും എന്നുള്ള തമ്പുരാൻ്റെ എല്ലാ വചനങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ ഞാൻ അനുഗ്രഹം പ്രാപിക്കണമെന്നുള്ള ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇസ്രായേലിനെ കുറിച്ച് കർത്താവ് പ്രവാചകന്മാരിൽ വെളിപ്പെടുത്തി, ഞാൻ ഇസ്രായേലിൻ്റെ ദിവസങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണ്ണമാക്കും. കർത്താവായ ദൈവമേ, കഴിഞ്ഞ കാലങ്ങൾ ഒരുപാട് വചനം കേട്ടെങ്കിലും ഒരുപാട് ശുശ്രൂഷകൾ സംബന്ധിച്ചെങ്കിലും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചില സ്വാർത്ഥ ജട്ടിക പാപ മോഹങ്ങളിൽ നിന്ന് വിടുതല പ്രാപിക്കാതെ ദൈവത്തെ ആരാധിച്ച നാളുകളുണ്ട്. യൂദത്തിൻ്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള വിജാതിരുടെ ചോദ്യത്തിന് അവർക്ക് കിട്ടിയ മറുപടി എങ്ങനെയായിരുന്നു? ഇവരാണ് ഇസ്രായേൽ ജനം. തങ്ങളുടെ പൂർവികരുടെ തിന്മ നിറഞ്ഞ മാർഗങ്ങൾ ഉപേക്ഷിച്ച് അവർ അറിയാനിടയായ സ്വർഗസ്വനായ ദൈവത്തെ ആരാധിച്ചു. അതുകൊണ്ട് അവരുടെ മേൽ ദൈവശക്തി പ്രകടമായി. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവശക്തി പ്രകടമാകും. ഇപ്പോൾ തമ്പുരാൻ്റെ സന്നിധിയിൽ നാളുകളായി നമ്മുടെ ചൂട് നിൽക്കുന്ന ചില തഴക്ക ദോഷങ്ങൾ, ചില നാവിൻ്റെ പാപങ്ങൾ, ശരീരത്തിൻ്റെ ദുരാശകൾ, സുഖലോലഭത, ജീവിതഭഗ്യത, മദ്യപാനം, പലതരത്തിലുള്ള പാപത്തിൻ്റെ പ്രവണതകൾ, ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ വെറുത്തുപേക്ഷിക്കാൻ ഒരു തീരുമാനമെടുക്കുക. ഇന്ന് രാത്രി ഉപേക്ഷിക്കാനൊരു തീരുമാനമെടുക്കുക. ഈ നിമിഷം കർത്താവ് നിന്നെ തൊടും. വിശ്വാസത്തോടെ 2 കരങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിച്ച് ഈ തീരുമാനം സമർപ്പിച്ചിട്ട് വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുക. കാര്യങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ഉറക്ക സ്തുതിക്കുന്ന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ കർത്താവേ, ആരാധന ആരാധന. ഓ കർത്താവായ ദൈവമേ, നാളുകളെ സാത്താൻ ബന്ധിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളെ പൈശാചിക ബന്ധനങ്ങൾ ഇപ്പോൾ അഴിയട്ടെ. നാളുകളായി കർത്താവെ തിന്മ പിടിച്ചു മറക്കുന്ന എല്ലാ കെട്ടുപാടുകളും അഴിയട്ടെ. ഓ കർത്താവെ, നാളുകളായി തടസ്സങ്ങളെ കുടുങ്ങി കിടക്കുന്നപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ബന്ധനങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവ് അന്ധകാര പീഡകൾ ഫലയിച്ചട്ടെ. വലിയ പ്രകാശത്തിന് അഭിഷേകം വ്യാപരിക്കട്ടെ. എല്ലാത്തരം ദുർബാധങ്ങൾ വിട്ടുപോകട്ടെ, ദുർഭൂതങ്ങൾ വിട്ടുപോകട്ടെ. ശരീരത്തിന്റെ മനസ്സിന് ആത്മാവിന്റെ ചങ്ങലകൾ അഴിയട്ടെ. അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ, മാനസാന്തരം ഉണ്ടാകട്ടെ, അഭിഷേകങ്ങൾ വർഷിക്കപ്പെടട്ടെ. ആരാധന ആരാധന ആരാധന. Come, Lord Jesus.